പോട്ടെ രാത്രി അത്രയില്ല പോവാനോ എടുത്തോടെ ശരി ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ നമുക്ക് നല്ലൊരു ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയ സിറ്റുവേഷൻ അല്ലായിരുന്നു. നിങ്ങൾ കണ്ടല്ലോ വീഡിയോസിൽ, ഫുള്ളും ശോകമായിരുന്നു. നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്നതിൻ്റെ സങ്കടത്തിലായിരുന്നു. അതുകൊണ്ട് നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടി നല്ലൊരു ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ നമ്മൾ 2 മാസം നാട്ടിൽ അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. തിരിച്ച് ഞങ്ങൾ നേരെ UK പോകുന്നത്. ദുബായിൽ ചെന്ന് അവിടെ ഒരു 5 ദിവസം സ്പെൻഡ് ചെയ്തിട്ട് അവിടുന്ന് തിരിച്ച് റിട്ടേൺ UK പോകാനാണ് പ്ലാൻ. അങ്ങനെ നമ്മൾ ദുബായിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇനി നമുക്ക് എമിഗ്രേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങണം. ജെറി പുറത്ത് വെയിറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജെറിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം പുറത്ത് വിശേഷം ചെന്നിട്ട് കാണാം. ചിൽഡ്രൻസിന് വേണ്ടി സ്പെഷ്യൽ കൗണ്ടർ. അപ്പോൾ ഗൈസ്, നമ്മൾ താണ്ടെ ഫ്ലാറ്റിലെത്തിയിരിക്കുകയാണ്. ഇവിക്കൂട്ടനെ ഫ്രഷാക്കി സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. ഇനി എനിക്ക് ഫ്രഷ് ആവണം. ഇക്ക പുറത്ത് പോയിട്ട് സാധനങ്ങൾ മേടിക്കാൻ പോയിക്കാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മൾ ഡെസേർട്ട് സഫാരിക്ക് പോവുകയാണ്. അപ്പം പിന്നെ അതിൻ്റെ വിശേഷങ്ങൾ കാണിക്കാം. അങ്ങനെ നമ്മൾ ഇതാണ്ട് ഡെസേർട്ട് സഫാരിക്ക് വന്നതാണ്. ഇവിടെ ഇപ്പോൾ ആദ്യത്തെ സ്പോട്ടിൽ വന്നതാണ്.
ഹലോ ഗൈസ്, എല്ലാ അറേഞ്ച്മെന്റ്സും ചെറിയ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. വന്നിട്ട് ഒന്ന് റെസ്റ്റ് എടുത്ത് നേരെ ഇറങ്ങി. യുവിക്കുട്ടൻ ഹാപ്പിയാണോ? ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങള് ഹാപ്പിയാണ്. നല്ല രസമായിരുന്നു. നമ്മള് ഫസ്റ്റ് ഡേ തന്നെ അടിപൊളിയായി, സൂപ്പർ ആയിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയും. ഫസ്റ്റ് ഡേ സാധാരണ നമ്മൾ എവിടെ പോയാലും ഫ്ലോപ്പ് ആവുന്നില്ലേ, ടയർഡുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വീട്ടിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് 3 മണിയായപ്പോഴാണ് വന്ന് പിക്ക് ചെയ്തത്. ലഞ്ച് കഴിച്ചു. ജെറി എല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അതുകൊണ്ട് ഭയങ്കര എല്ലാം നല്ല സ്മൂത്തായി, നല്ല രസമുണ്ട്. നമ്മൾ ഇവിടുന്ന് ഡെസേർട്ട് സഫാരി കഴിഞ്ഞ് ഇന്ന് നമ്മൾ മറ്റേ ഇവിടെ ഡെസേർട്ടിലെ ക്യാമ്പിലേക്ക് പോവാണ്. അവിടെയാണ് ബാക്കി പരിപാടികൾ. അങ്ങനെ നമ്മൾ ഡെസേർട്ട് നൈറ്റിൻ്റെ ക്യാമ്പിലെത്തി. എനിക്കിഷ്ടത്. ഞാൻ പ്രീമിയം ബുക്കിംഗ് ഒക്കെ ആയിരുന്നു ചെറിയ എടുത്തിട്ടിരുന്നത്. അങ്ങനെ വേണ്ടേ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ബാർബിക്യൂ ഫുഡ് ഐറ്റംസ് എല്ലാം അവിടെ ഉണ്ട്. പക്ഷേ നമ്മൾ ഇപ്പം അവൻ ഓൾറെഡി നമുക്ക് VIP പ്രീമിയം ബുക്ക് ചെയ്തേക്കുന്നത് കൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് വന്ന് ക്യൂ നിൽക്കേണ്ട, എല്ലാവരും നമ്മളൊക്കെ കൊണ്ട് തരും. ടേബിളിൽ തന്നെ സെർവ് ചെയ്യും അല്ലേ? ടേബിളിൽ തന്നെ സെർവ് ചെയ്യും. പിന്നെ നമുക്ക് ഇവിടെ ഇതുപോലെ എക്സ്ട്രാ ഈ തലയിലിങ്ങനെ അറബികളാണെങ്കിൽ കിട്ടുന്നതിനും പിന്നെ നമുക്ക് ഈ ഡ്രസ്സൊക്കെ ട്രൈ ചെയ്യുന്നതിനൊക്കെ എക്സ്ട്രാ പേയ്മെൻ്റ് ആണ്. ഇത് പുറത്ത് ക്യാമറ റൈഡ് ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് പുറത്ത് പോയി ചെയ്തിട്ട് വരാനുള്ള ടൈം ഉണ്ടെന്ന് അവർ പറഞ്ഞു. ജസ്റ്റ് പോയി നോക്കണം. അതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് അല്ലേ? ഇൻക്ലൂഡഡ് അല്ല. അത് നമുക്ക് നമ്മൾ മറ്റേ ബൈക്ക് എടുത്ത പോലെ തന്നെ ക്യാമറ റൈഡൊക്കെ എക്സ്ട്രാ ആണ്. കോംപ്ലിമെൻ്ററി ആയിട്ട് മെഹന്തി ഇടുന്നവർക്ക് മെഹന്തി ഇട്ട് തരും കോംപ്ലിമെൻ്ററി ആയിട്ട്. നീ ഇരുന്നുണ്ടോ? നമ്മളതാണ്ട് വെയിറ്റ് ചെയ്യാണ്. നമ്മൾ ഫുഡൊക്കെ വന്നിട്ടുണ്ട്. ഫുഡൊക്കെ അൺലിമിറ്റഡ് ആണ്. ക്യൂ നിൽക്കണ്ട. താങ്ക് യു. ഫുഡ് വന്നു.